الحمد لله رب العالمين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين اما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിവാഹവുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകളാണ് കഴിഞ്ഞ ദർസിൽ ഓർമ്മപ്പെടുത്തിയത്. അതിൻ്റെ തുടർച്ചയായ ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഈ ദർസിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിൽ വിവാഹത്തിൻ്റെ വിധി എന്താണ് എന്നതാണ്. ആമുഖമായി പറയാം, ഇസ്ലാമിൽ ബ്രഹ്മചര്യം എന്നത് തീർത്തും ഇല്ലാത്ത കാര്യമാണ്. ഇസ്ലാം വിലക്കിയ കാര്യങ്ങളിൽ ഒന്നാണ്. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആരാധന ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വിവാഹം ഉപേക്ഷിക്കുക എന്നത്, ബ്രഹ്മചര്യം സ്വീകരിക്കുക എന്നത്, ഒരു പുരുഷൻ വിവാഹത്തിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുകയും അതുമൂലം അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്. സ്ത്രീകൾ വിവാഹത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുപ്പം, അവൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുക എന്നത് ഹറാമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, തസവ്വജു, മുസ്ലിമീങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കുക. ഫഇന്നി മുകാഥിറും ബികുമുൽ ഉമം, അന്ത്യനാളിൽ മറ്റ് സമൂഹങ്ങൾ അവർക്ക് മുൻപിൽ നിങ്ങളുടെ ആധിക്യം കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നതാണ്. മറ്റുള്ള സമുദായങ്ങൾ അവർക്ക് മുകളിൽ നിങ്ങളുടെ ആധിക്യം കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നതിനു വേണ്ടി വിവാഹം കഴിക്കുക. വലാ തകൂനു കറഹ്ബാനിയത്തി നസാറ, നസാറാക്കളിലെ ബ്രഹ്മചാരികൾ അല്ലെങ്കിൽ ബ്രഹ്മചര്യം സ്വീകരിച്ച ആളുകൾ, അവരെ പോലെ നിങ്ങൾ ഒരിക്കലും ആകാൻ പാടില്ല. ഇസ്ലാമിൻ്റെ മേന്മകളിൽ ഒന്നാണ് ബ്രഹ്മചര്യം ഇസ്ലാം വിലക്കിയെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ, അദ്ദേഹം സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്ത് കൊണ്ട് അറിയപ്പെട്ട ആളായിരുന്നു. ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രസിദ്ധനാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സഹാബിമാരെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർ വളരെ ദുഃഖിതയായി കാണപ്പെട്ടു. ചില റിവായത്തുകളിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ അരികിൽ ഒരിക്കൽ ഉസ്മാൻ ഇബ്നു മദ്ഊനിൻ്റെ ഭാര്യ വന്നെത്തി. അവരുടെ മുഖമാകെ വാടിയിരിക്കുന്നു, ദുഃഖം പ്രകടമാണ്. അദ്ദേഹം ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഭാര്യയോടുള്ള ശ്രദ്ധയിൽ കുറവ് വന്നിരുന്നു. രാത്രി മുഴുവൻ നിസ്കരിക്കും, പകൽ മുഴുവൻ നോമ്പാണ്, ഇബാദത്തുകളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഈ വിവരം അറിഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊനിനോട് ചോദിച്ചു, യാ ഉസ്മാൻ അറഗിബ്ത അൻ സുന്നതി, ഉസ്മാൻ നീ എൻ്റെ മാർഗത്തോട് അനിഷ്ടം കാണിക്കുകയാണോ, വെറുപ്പ് കാണിക്കുകയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് വലാകിൻ സുന്നതക അത്ലുബ്, അല്ലാഹു തന്നെ സത്യം, ഒരിക്കലുമില്ല നബി, അങ്ങയുടെ സുന്നത്താണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി അനാമു വ ഉസല്ലി, എങ്കിൽ ഞാൻ ഉറങ്ങുകയും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്. വ അസൂമു വ ഉഫ്തിർ, ഞാൻ നോമ്പ് നോൽക്കുകയും നോമ്പില്ലാത്ത ദിവസങ്ങൾ എനിക്ക് ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. വ അൻകിഹുൻ നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട്. ഫത്തഖില്ലാഹ യാ ഉസ്മാൻ, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഫഇന്ന ലി അഹ്ലിക അലൈക ഹഖൻ, നിൻ്റെ കുടുംബത്തിന് നിൻ്റെ മേൽ ചില അവകാശങ്ങളുണ്ട്. കുടുംബത്തിന് ചില അവകാശങ്ങളുണ്ട്. ചില ആളുകൾ ദീനിയായ കാര്യങ്ങളിൽ കുറച്ചൊന്ന് മുന്നോട്ട് പോയാൽ ഒന്നല്ലെങ്കിൽ ഭാര്യയോടുള്ള സ്വഭാവം മോശമാക്കും, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്നതിൽ കുറവ് വരുത്തും. എന്നിട്ട് അതിന് ന്യായമായി ദീനിനെ കൊണ്ടുവരും. അവൻ ഭാര്യയെ ശ്രദ്ധിക്കാത്തതിന്, കുട്ടികളെ ശ്രദ്ധിക്കാത്തതിന് ന്യായം എന്താണ്? ദീനിലാണ്, ഞാൻ നിസ്കാരത്തിലാണ്, ഞാൻ നോമ്പിലാണ്, ഞാൻ ഇബാദത്തിലാണ്, ഞാൻ ദഅവത്തിലാണ്. ഫഇന്ന ലി അഹ്ലിക അലൈക ഹഖൻ, നിൻ്റെ കുടുംബത്തിന് നിൻ്റെ മേൽ ചില അവകാശങ്ങളുണ്ട്. വ ഇന്ന ലി ളൈഫിക അലൈക ഹഖൻ, നിൻ്റെ അതിഥിക്ക് നിൻ്റെ മേൽ ചില അവകാശങ്ങളുണ്ട്. വ ഇന്ന ലി നഫ്സിക അലൈക ഹഖൻ, നിൻ്റെ സ്വന്തം ശരീരത്തിന് നിൻ്റെ മേൽ ചില അവകാശങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ദുൽമ് അള്ളാഹു എല്ലാ നിലക്കും നിരോധിച്ചിട്ടുണ്ട്. എല്ലാ നിലക്കും അതിക്രമം ചെയ്യാൻ ഒരാളോട് പാടില്ല, നിന്നോട് വരെ അതിക്രമം ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാമിൽ മാത്രമുള്ള കാര്യമാണ്. നിന്നോട് വരെ നീ അതിക്രമം ചെയ്യരുത്. രണ്ട് കാലുകളിൽ
ചെരുപ്പ് ധരിച്ചുകൊണ്ടേ നടക്കാൻ പാടുള്ളൂ. ഒരു കാലിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ടും മറുകാലിൽ ചെരുപ്പില്ലാതെ നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. നിങ്ങൾ പല ഹദീസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ 2 ചെരുപ്പ് ഇടണം, അല്ലെങ്കിൽ 2 ചെരുപ്പ് അഴിച്ചു വെക്കണം. ഒരു കാലിൽ ചെരുപ്പും ഒരു കാലിൽ ചെരുപ്പില്ലാതെയും നടക്കാൻ പാടില്ല. ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ ചില ഉലമാക്കൾ പറഞ്ഞു അത് കാലിനോടുള്ള നീതിയാണ്. എൻ്റെ ഒരു കാല് ചൂടുകൊള്ളാതെ നടക്കുന്നു, മറ്റൊരു കാല് ചൂട് അനുഭവിക്കുക എന്നെ ശരീരത്തുള്ള നീതിയാണ്. സ്വന്തം ശരീരത്തോടാണെങ്കിലും നീതി കാണിക്കണം. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തണലിലും വെയിലിലുമായി ഇരിക്കുകയാണെങ്കിൽ അവൻ ഒന്നല്ലെങ്കിൽ തണലിലേക്ക് മാറട്ടെ, അല്ലെങ്കിൽ വെയിലിലേക്ക് മാറട്ടെ. അയാൾ ഇരിക്കാൻ, അപ്പോൾ വെയിലിങ്ങനെ വന്നു, അവൻ്റെ അരയുടെ താഴ്ഭാഗം മുഴുവൻ തണലുണ്ട്, അവൻ്റെ അരക്ക് മുകളിൽ വെയിലുണ്ട്, എങ്കിൽ ഒന്നല്ലെങ്കിൽ അവൻ വെയിലിലേക്ക് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ തണലിലേക്ക് ഇരിക്കട്ടെ. സഹോദരങ്ങളെ, എല്ലാവരോടും ബാധ്യതകളുണ്ട്, ചുറ്റുപാടുള്ളവരോടൊക്കെ ബാധ്യതകളുണ്ട്. വിവാഹം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഉപേക്ഷിക്കുക എന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്, ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ആമുഖം അതാണ്. രണ്ടാമത്തെ കാര്യം, എന്താണ് ഇസ്ലാമിൽ വിവാഹത്തിൻ്റെ വിധി, ഹുക്ം എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അള്ളാഹുവിൻ്റെ ദീനിൽ വിധിവിലക്കുകൾ 5 രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ വാജിബായ കാര്യം, നിർബന്ധമായ കാര്യം, ഉദാഹരണത്തിന് 5 നേരത്തെ നിസ്കാരം, അല്ലെങ്കിൽ സുന്നത്തായ കാര്യം, ഉദാഹരണത്തിന് റാത്തിബായ സുന്നത്ത് നിസ്കാരങ്ങൾ, അതല്ലെങ്കിൽ ഹറാമായ കാര്യം, ഉദാഹരണത്തിന് വ്യഭിചാരം, അതല്ലെങ്കിൽ മക്രൂഹായ കാര്യം, ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറയാവുന്ന ഒരു കാര്യം, ഉദാഹരണത്തിന് ഒരു സുന്നത്തായ ഒരു കാര്യം, ഒരാൾക്ക് ഓർമ്മ വന്നതിന് ശേഷം അത് ഉപേക്ഷിക്കുക എന്നത് മക്രൂഹാണ്. ഒരാൾ ചെരുപ്പിടാൻ പോവാണ്, ചെരുപ്പിടാൻ പോകുന്ന സമയത്ത് അയാൾക്ക് ഓർമ്മയുണ്ട് വലതുകാലിൽ ചെരുപ്പിടാൻ സുന്നത്ത്, പക്ഷേ അയാളത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് മക്രൂഹാണ്. മക്രൂഹിന് പറയാവുന്ന ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്നാണ് ബോധപൂർവ്വം സുന്നത്ത് ഉപേക്ഷിക്കാന്നുള്ളത്, സാധ്യമായിട്ടും ഉപേക്ഷിക്കാന്നുള്ളത്. 5-ാമത്തേത് മുബാഹാണ്, അനുവദനീയമായ കാര്യം. അപ്പോൾ ഏതൊക്കെ കാര്യം? വാജിബ്, സുന്ന, ഹറാം, മക്രൂഹ്, മുബാഹ്. വിവാഹത്തിൻ്റെ വിധി എന്താ? ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം വിവാഹം സുന്നത്താണ്, അല്ലെങ്കിൽ സുന്ന മുഅക്കദ, പ്രബലമായ സുന്നത്താണ്. അതാണ് മദ്ഹബുകളിലെ പല പണ്ഡിതന്മാരുടെ അഭിപ്രായം. ചില ആളുകൾ അഭിപ്രായപ്പെട്ടു, അല്ലാഹു അഅലം, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. ഈ കാലഘട്ടത്തിൽ പല പണ്ഡിതന്മാരും അഭിപ്രായം പറഞ്ഞതായി കാണാം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വിവാഹം വാജിബാണ്, സാധ്യമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം. സാധിക്കുമെങ്കിൽ വിവാഹം വാജിബാണ്, അത് നീട്ടിവെക്കുന്നത് ശരിയല്ല. തെളിവെന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്. അല്ലയോ യുവാക്കളുടെ സമൂഹമേ, നിങ്ങൾ വിവാഹം സാധിക്കുന്നവരാരാണോ ഫലിയതസവ്വജ്, വിവാഹം കഴിക്കട്ടെ. വിവാഹം സാധിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുക, ശാരീരികമായ ശേഷി ഉണ്ടാവുക. വിവാഹം കഴിക്കാൻ ഒരു ഭാര്യയെ പോറ്റാൻ ശാരീരികമായ ശേഷി ഉണ്ടാവും, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കാൻ സാധിക്കും, അവളെ നോക്കാനും അവൾക്കൊരു വസ്ത്രം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഉള്ള കഴിവ് അവൻ്റെ പക്കലുണ്ട്. അതുണ്ട് എങ്കിൽ മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്, നിങ്ങളിൽ ആർക്കാണോ സാധിക്കുന്നത് വിവാഹം കഴിക്കട്ടെ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അസ്ല്, അതിൻ്റെ അടിത്തറ, അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പൊതുവായ വിധി എന്താണ്? അത് വാജിബാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബാണ്. ഇവിടെ അവിടുന്ന് കൽപ്പിച്ചിരിക്കുകയാണ്, കൽപ്പനാ സ്വരത്തിലാണ് പറഞ്ഞത്, കല്യാണം കഴിക്കണം എന്നാണ് പറഞ്ഞത്, അത് വാജിബാണ്. അപ്പോൾ സാധിക്കുമോ? വിവാഹം കഴിച്ചിരിക്കണം. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, വിവാഹം സാധ്യമായിട്ടും ഉപേക്ഷിക്കുക എന്നതിൽ നസാറാക്കളോടുള്ള സദൃശ്യപ്പെടലുണ്ട്. അവരുടെ രീതിയിൽപ്പെട്ടതാണ് വിവാഹം. പൊതുവെ നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളുടെ പഴയ കാലം മുതലേ ഉള്ള അടയാളങ്ങളിലൊന്നാണ് നേരത്തെ വിവാഹം കഴിക്കാന്നുള്ളത്. മറ്റു മതവിഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ വേറിട്ട് നിന്നതിൻ്റെ കാര്യങ്ങളിലൊന്നാണ് നേരത്തെ വിവാഹം കഴിക്കാന്നുള്ളത്. വിഗ്രഹാരാധകരാകട്ടെ, വേദക്കാരാകട്ടെ, നസാറാക്കളാകട്ടെ, നമ്മുടെ നാട്ടിൽ പൊതുവേ വളരെ വൈകി വിവാഹം കഴിക്കുന്ന ആളുകളാണ്. മുസ്ലിമീങ്ങൾ മറ്റുള്ളവർ വേറിട്ട് നിന്നിരുന്ന കാര്യങ്ങളിലൊന്നാണ് നേരത്തെ വിവാഹം കഴിക്കാന്നുള്ളത്. വിവാഹം സാധ്യമായിട്ടും ഉപേക്ഷിക്കുക എന്നത്, വൈകിപ്പിക്കുക എന്നത് നസാറാക്കളോട് സദൃശ്യപ്പെടലാണ്. നിങ്ങൾ സഹോദരങ്ങളെ വിവാഹം കഴിക്കരുത്, മുസ്ലിങ്ങളുടെ അടയാളമാണ്, നമ്മുടെ അഭിമാനത്തിൽപ്പെട്ടതാണ്, അത് വൈകിപ്പിക്കരുത്. ഇന്ന് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് വിവാഹം വൈകിപ്പിക്കുക എന്നുള്ളത്, കാര്യമില്ലാതെ, കാരണമില്ലാതെ. ചിലർ പറഞ്ഞതുപോലെ വിവാഹം തുടക്കത്തിൽ വൈകിപ്പിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും, പിന്നെ വൈകുന്നത് അവനവൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കില്ല, സാധിക്കാത്തത് കൊണ്ടായിരിക്കും.
അത് എത്രയോ ആൾക്കാരുടെ അനുഭവമാണ്. വിവാഹം തുടക്കത്തിൽ വൈകിപ്പിക്കുന്നത് ജോലിയാവട്ടെ, അല്ലെങ്കിൽ അതാവട്ടെ ഇതാവട്ടെ, പിന്നെ അവസാനം വിവാഹം കഴിക്കാൻ നോക്കിയാൽ അവൻ ഉദ്ദേശിച്ച പോലെ വിവാഹം നടക്കില്ല. ഒന്നല്ലേ അവൻ്റെ പ്രായം കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവളുടെ പ്രായം വർദ്ധിച്ചിട്ടുണ്ട്, അവൾ ഉദ്ദേശിച്ച പോലെ കിട്ടില്ല, അവൻ ഉദ്ദേശിച്ച പോലെ. പിന്നീട് വിവാഹം നീളുന്നത് അവൻ്റെ സ്വന്തം താല്പര്യത്തിലായിരിക്കില്ല, നിർബന്ധിതാവസ്ഥയിൽ നീണ്ടുപോകുന്നതായിരിക്കും. അതുകൊണ്ട് സാധിക്കുമ്പോൾ വേഗം വിവാഹം കഴിക്കാം. അദ്ദേഹം പറഞ്ഞു, ഷേഖ് ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു, വിവാഹം സാധ്യമായിട്ട് ഉപേക്ഷിക്കുക എന്നത് നസാറാക്കളോട് സദൃശ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ധാരാളം യുവാക്കളുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ നല്ല രൂപത്തിൽ സംസാരിക്കുക, മാതാപിതാക്കളോട് പറയുക, വിവാഹം നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക. അതിൽ യാതൊരു കുറവ് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, യാതൊരു നാണക്കേട് വിചാരിക്കില്ല. അവരെന്ത് വിചാരിക്കും, അവർ വിവരമല്ല നിന്നെ വളർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ തൃപ്തിപ്പെടുത്തുക എന്നതല്ലാതെ ദുനിയാവിലുള്ള മനുഷ്യരെ തൃപ്തിപ്പെടുത്തുക എന്ന് നിനക്ക് സാധിക്കുന്ന കാര്യമേ അല്ല. അത് എത്ര ശ്രമിച്ചാലും നടക്കില്ല. അപ്പം അതുകൊണ്ട് അവർക്കും ഇവർക്കും വേണ്ടി ജീവിക്കാതെ അള്ളാഹുവിനോട് ജീവിക്കുക, നിനക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. മാത്രമല്ല ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു, വിവാഹം കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ ധാരാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ വിവാഹത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. അവിടുന്ന് നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കണ്ണു താഴ്ത്താൻ സഹായിക്കുന്നതാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. കാരണം നോമ്പ് അതിന് സഹായിക്കും, വിവാഹത്തിന് പകരമാണ് നോമ്പ് എങ്കിൽ വിവാഹവും അതിന് സഹായിക്കുന്നതാണ്. വിവാഹം കഴിച്ചാൽ കണ്ണു താഴ്ത്താൻ സഹായിക്കും, കാരണം അവൻ്റെ അടുത്ത് ഭാര്യയുണ്ട്. വഅഹ്സനു ലിൽ ഫർജ്, അവൻ്റെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കാൻ അത് അവനെ സഹായിക്കുന്നതാണ്. അത് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയേണ്ട ഗൗരവപ്പെട്ട കാര്യമാണ്. ഇഹ്സാനുൽ ഫർജ് എന്നത്, ഗുഹ്യസ്ഥാനം ഹറാമായൊരു സ്ഥലത്ത് പ്രവേശിച്ചിട്ടില്ല എന്നത് നിങ്ങൾക്ക് നൽകുന്ന ആഫിയത്തിൻ്റെ വില അത് നഷ്ടപ്പെട്ടവരെ നോക്കിയാലല്ലാതെ മനസ്സിലാവില്ല. വ്യഭിചാരം എന്നത് ഇബ്നുൽ ഖയ്യിം ചില ഇടങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചില ദർസുകളിൽ പറയാനുണ്ട്. വ്യഭിചാരം എന്നത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പരിശ്രമിക്കുന്നവരെല്ലാം പരിശ്രമിച്ചാൽ ഒരാളെ പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത പ്രശ്നങ്ങളിലൊന്നാണ്. അവൻ്റെ മരണം വരെ അവൻ ആ പ്രശ്നം പേടിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. വ്യഭിചാരത്തിലകപ്പെട്ട ഒരാളുടെ അവസ്ഥ. കാരണം എന്നും ഈ വ്യഭിചാരത്തിലകപ്പെട്ട, ഈ ഹറാമായ ബന്ധത്തിലകപ്പെട്ട ഒരാളുടെ അഭിമാനം തകരാൻ എന്നും സാധ്യതയാണ്. ഏതൊരു ദിവസവും എന്ന് നേരം പുലരുമ്പോഴും അവൻ പണ്ട് ചെയ്ത രഹസ്യമായ വൃത്തികേട് പുറത്തു വരാനുള്ള സാധ്യത ഉണ്ട് എന്ന പേടിയിലാണ് അവൻ എണീക്കുന്നത്. അവൻ്റെ മക്കളറിയാൻ സാധ്യതയുണ്ട്. നാളെ ഏതെങ്കിലും കാലത്ത് ചിലപ്പോൾ അവൻ്റെ കുട്ടിയെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കയറി വരാൻ സാധ്യതയുണ്ട്. എത്ര സംഭവിക്കാറുണ്ട് ഇതൊക്കെ. സഹോദരങ്ങളെ, ഗുഹ്യസ്ഥാനം സംരക്ഷിക്കാൻ സാധിക്കുക എന്നത്, ഹറാമിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത്, അതിൻ്റെ ഞാമത്ത് വളരെ വലുതാണ്. ഇതിനൊക്കെ വിവാഹം സഹായിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, വിവാഹം അതിൻ്റെ വിധി ഓരോ വ്യക്തികളുടെയും സാഹചര്യം അനുസരിച്ച് നേരത്തെ പറഞ്ഞ 5 വിധികൾക്കും സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ ഏതൊക്കെ പറഞ്ഞേ? വാജിബ്, സുന്നത്ത്, ഹറാം, മക്റൂഹ്, മുബാഹ്. ഈ 5 അവസ്ഥകളിൽ 5 വിധികൾ വരാൻ സാധ്യതയുണ്ട്. വ്യഭിചാരം ഭയക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിവാഹം സാധിക്കുമെങ്കിൽ അവൻ വിവാഹം കഴിക്കുക എന്നത് നിർബന്ധമാണ്. വ്യഭിചാരം അതിലേക്ക് അകപ്പെട്ടു പോകുമെന്ന് ഭയക്കുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് സാധ്യമാണെങ്കിൽ വിവാഹം കഴിക്കൽ നിർബന്ധമാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ കുട്ടി നിങ്ങളോട് വന്ന് പറയാം, സൂചന കാണിക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ പക്കൽ നിങ്ങൾ അശ്ലീലമായ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു എന്ന് വിചാരിക്കുക, അവനെ രക്ഷിക്കാൻ ശ്രമിക്കുക, അവനെ എങ്ങനെയെങ്കിലും ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക, വിവാഹം കഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണത്. എങ്ങനെയാണ് ഇത് ഒരാളോട് പറഞ്ഞു മനസ്സിലായി? എത്ര കുട്ടികളാണ് വിളിക്കുന്നത്, വാപ്പ സമ്മതിക്കുന്നില്ല, ഉമ്മ സമ്മതിക്കുന്നില്ല വിവാഹം കഴിക്കാൻ. എന്താണ് വിവാഹം കഴിക്കുന്നതിന് അപകടമുള്ളത്? എന്താണ് അതുകൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകുന്നത്? സഹോദരി, ഈ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരുണ്ടെങ്കിൽ, ഉമ്മമാർ, നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ പ്രയാസം അനുഭവപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ അവർ വിവാഹം കഴിപ്പിക്കുക. വിവാഹം വ്യഭിചാരം ഭയക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. വ്യഭിചാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർ പറയും, ബോയ് ഫ്രണ്ട് ഉണ്ട്. രക്ഷിതാക്കളിൽ ചിലരുടെ അവസ്ഥ സുബ്ഹാനല്ലാഹ് ഏറ്റവും സങ്കടമുള്ളതാണ്. മകന് ബോയ് ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ മകന് ഗേൾ ഫ്രണ്ട് ഉണ്ട്, മകൾക്ക് ബോയ് ഫ്രണ്ട്, ഇതൊക്കെ അറിയാം. അതൊക്കെ ഈ പ്രായത്തിൽ അങ്ങനെ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവരുടെ വിവാഹ ജീവിതത്തെയാണ് നിങ്ങൾ ഈ തകർക്കാൻ പോകുന്നത്? ഇത് കുറച്ചു കാലം കഴിഞ്ഞ് ബോയ് ഫ്രണ്ട് കഴിഞ്ഞ് ഗേൾ ഫ്രണ്ട്, പിന്നെ അവൻ കല്യാണം കഴിക്കും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുക, അത്തയ്യിബൂന ലിത്തയ്യിബാത്ത്. പരിശുദ്ധി ജീവിതത്തിൽ പാലിച്ച പുരുഷന്മാർ അവർ പരിശുദ്ധിയുള്ള സ്ത്രീകൾക്കുള്ളതാണ്. വത്തയ്യിബാത്തു ലിത്തയ്യിബീൻ. പരിശുദ്ധിയുള്ള സ്ത്രീകൾ പരിശുദ്ധിയുള്ള പുരുഷന്മാർക്കുള്ളതാണ്. പൊതുവെ മനുഷ്യന്മാർക്ക് ഇങ്ങനെയാണ് കിട്ടുക. പൊതുവെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവരാണ് അതിന് യോജിച്ച ഭാര്യയെ കിട്ടുക. പൊതുവെ ചില കാര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ, ഏത് കാര്യത്തിനും അങ്ങനെയാണ്.
ഈ ആയത്ത് വിശദീകരിച്ച് ചിലർ പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ വിധിയിൽപ്പെട്ടതാണ്. നല്ല ഒരുത്തന് നല്ല ഭാര്യയെ കിട്ടും, അവൻ്റെ അവസ്ഥയ്ക്ക് യോജിച്ചതായിരിക്കും. വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്, വൃത്തികെട്ട സ്ത്രീകൾ വൃത്തികെട്ട പുരുഷന്മാർക്കുള്ളതാണ്. നിൻ്റെ ജീവിതം മുഴുവൻ നീ വൃത്തികേടിൽ നയിച്ചിട്ട് നിനക്ക് ഏറ്റവും പരിശുദ്ധിയുള്ള സ്ത്രീയെ ലഭിക്കണമെന്ന് പറഞ്ഞാൽ എത്ര അന്യായമായ കാര്യമാണ് നീ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സഹോദര, വിവാഹം കഴിക്കാൻ സാധിക്കും, വിവാഹം കഴിക്കാം. എത്ര ഇത് ഊന്നി പറഞ്ഞാലും അത് മതിയാവുകയില്ല. ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത് ചിലർ പറഞ്ഞു ഒരാൾക്ക് വ്യഭിചാരം ഭയപ്പെടുന്ന അവസ്ഥയില്ല, അയാൾ വ്യഭിചാരം പേടിക്കുന്നില്ല, അയാൾക്ക് സ്വന്തം നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു നാട്ടിലാണ് അയാൾ ജീവിക്കുന്നത്. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. ഉദാഹരണത്തിന് ചില നാടുകളിൽ അവിടെ വ്യഭിചരിക്കുക എന്നുള്ളത് അത്ര പ്രയാസമായിരിക്കും, അങ്ങനെ ഒരു അവസരം കിട്ടുക എന്നുള്ളത് അത്രയും പ്രയാസകരമായ നാട്ടിലാണ് അയാൾ ജീവിക്കുന്നത്. അയാൾ വ്യഭിചരിക്കാൻ ഉദ്ദേശത്തിന് നടക്കില്ല. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വ്യഭിചാരം പേടിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് വിവാഹം കഴിക്കാൻ സാധ്യമാണ് എങ്കിൽ അയാൾക്ക് വിവാഹം കഴിക്കുന്നത് സുന്നത്താണ്, നിർബന്ധമില്ല. പ്രത്യേകിച്ചും അയാൾ വിവാഹം കഴിക്കുന്നത് കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടാവുക, ഇങ്ങനെയുള്ള സുന്നത്തായ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അയാൾക്ക് വിവാഹം കഴിക്കുന്നത് സുന്നത്താണ്. ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു, പ്രത്യേകം ശ്രദ്ധിക്കുക, ധാരാളം ഉലമാക്കൾ പറഞ്ഞു നവാഫിലായ സുന്നത്തായ രാത്രി നിസ്കാരം ഇങ്ങനെയുള്ള ഇബാദത്തുകൾക്ക് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി വിവാഹം ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കുന്നതാണ്. ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു സുന്നത്തായ ഇബാദത്തുകൾക്ക് വേണ്ടി മാറിയിരിക്കാൻ വേണ്ടി ഒരാൾ വിവാഹം ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അയാൾക്ക് വിവാഹം കഴിക്കുന്നത്. അതാണ് രണ്ടാമത്തെ വിധി. മൂന്നാമത്തേത് ഹറാമാവുന്ന അവസ്ഥയാണ്. ഒരാൾ വിവാഹം കഴിച്ചാൽ അയാൾ ഭാര്യയ്ക്ക് ഉപദ്രവം ചെയ്യുമെന്ന് അയാൾക്ക് ഉറപ്പാണ്. അയാളുടെ ശാരീരികമായ കാരണങ്ങൾ കൊണ്ടോ അയാളുടെ സ്വഭാവപരമായ പ്രശ്നങ്ങൾ കൊണ്ടോ അയാൾ വിവാഹം കഴിച്ചാൽ വിവാഹ ജീവിതം സാധിക്കുകയില്ല. അയാൾക്കറിയാം അസാധ്യമാണ്. അല്ലെങ്കിൽ അയാൾക്ക് വിവാഹം കഴിച്ചാൽ അത് കൊണ്ടു നടക്കാനുള്ള ശേഷിയില്ല, ശാരീരികമായ കഴിവില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായ കഴിവില്ല, തീർത്തും അയാൾക്ക് സാധിക്കില്ല. അയാൾ ഭാര്യ ഉപദ്രവത്തിലേക്ക് നയിക്കുമെന്ന് അയാൾക്ക് ഉറപ്പാണെങ്കിൽ അയാൾ വിവാഹം കഴിക്കുന്നത് ഇതായിരിക്കും, ഹറാമായിരിക്കും. മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഹറാമാണ് എന്നതുകൊണ്ട് തന്നെ. മക്രൂഹാകുന്ന അവസ്ഥ ചിലർ പറഞ്ഞു ഒരാൾക്ക് വിവാഹം കഴിക്കാൻ ശേഷിയുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ അയാളുടെ അടുക്കൽ ചില പ്രശ്നങ്ങളുണ്ട്. വിവാഹം കഴിച്ചാൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കാത്ത എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട്. അത്തരം ആളുകൾക്ക് ചിലപ്പോൾ വിവാഹം കഴിക്കുന്നത് മക്രൂഹായിരിക്കും. മുബാഹാകുന്ന അവസ്ഥകളിൽപ്പെട്ടതാണ് ഒരാൾക്ക് ലൈംഗികമായ യാതൊരു താല്പര്യമില്ല. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ്. അയാൾ ഭാര്യയെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, അതൊരു ഭാര്യയെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തില്ലെങ്കിൽ അയാൾക്ക് വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ്. അയാൾക്ക് ലൈംഗികമായ തൃഷ്ണകളില്ല, വിവാഹം കഴിച്ചില്ല എന്നുള്ളതുകൊണ്ട് അയാൾ ഹറാമിൽ പോകില്ല എന്ന് എനിക്കറിയാം. അത്തരം ഒരാൾക്കത് മുബാഹായിരിക്കും. ഇതാണ് വിവാഹത്തിൻ്റെ വിധി. ഇത് അതിൻ്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. സഹോദര, വിവാഹം കഴിച്ചവരും കഴിക്കാനിരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി പറയുന്നത്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? എന്താണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം? ധാരാളം ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹമെന്നാൽ, തുടക്കത്തിൽ പ്രത്യേകിച്ചും കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വിവാഹമെന്നാൽ ലൈംഗികമായ താല്പര്യം തീർക്കുക എന്നതാണ് മിക്ക ആളുകളുടെയും തുടക്കത്തിലുള്ള ചിന്ത അതായിരിക്കും. പക്ഷേ സഹോദര, ഒരു മുസ്ലിമായ ഒരാൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ നീയത്തിൽ അവൻ കരുതേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വിവാഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ചിലതാണ് ഇത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം മക്കളെ ലഭിക്കുക എന്നതാണ്. ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്നതാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞ ഒരാളുടെ ലൈംഗികമായ തൃഷ്ണ ഒഴിവാക്കുക എന്നുള്ളത് ഇതിൽ പെട്ടതല്ല എന്നല്ല, ഓരോന്നായി പറയണം. ഒന്നാമത്തെ കാര്യം മക്കൾ ജനിക്കുക എന്നുള്ളതാണ്. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നി അസബ്തു ഇംറഅതൻ ദാത ഹസബിൻ വജമാൽ, നല്ല തറവാടിത്തമുള്ള നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. വ ഇന്നഹാ ലാ തലിദ്, എന്നാൽ അവൾ പ്രസവിക്കുകയില്ല. അഫ അതസവ്വജുഹ, അവൾ വിവാഹം കഴിച്ചുകൊള്ളട്ടെയോ? പ്രസവിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം കഴിക്കരുത്. അയാൾ രണ്ടാമത് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം വീണ്ടും അതേപോലെ തന്നെ ആവർത്തിച്ചു. മൂന്നാമത് അയാൾ വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, തസവ്വജു അൽ വദൂദ് അൽ വലൂദ്, തസവ്വജു അൽ വദൂദ്, നിങ്ങൾ ധാരാളമായി സ്നേഹിക്കുന്ന, ഭർത്താവിനെ സ്നേഹിക്കുന്ന
സ്ത്രീകളെ വിവാഹം കഴിക്കുക, സ്നേഹം പകരുന്ന ഇണകളെ സ്വീകരിക്കുക. എങ്ങനെ സ്നേഹം പകരുന്ന ഇണ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെ മനസ്സിലാവാം? കുടുംബത്തിൽ നിന്ന് മനസ്സിലാവും. പൊതുവെ കുടുംബത്തിൽ മനസ്സിലാവും. ഉമ്മമാരുടെ തർബീയത്തിൽ നിന്നായിരിക്കും പെൺമക്കൾ വളരുക. പൊതുവെ ഉമ്മമാരെ നോക്കിയാൽ മനസ്സിലാവും അവളുടെ, അല്ലെങ്കിൽ പെങ്ങന്മാരെ നോക്കിയാൽ, അവർ മുന്നേ വിവാഹം കഴിച്ച ആളുകളെ നോക്കിയാൽ മനസ്സിലാവും, പൊതുവെ അതിൽ മനസ്സിലാവും. തസവ്വജുൽ വദൂദ്, സ്നേഹം പകരുന്ന ഇണകളെ സ്വീകരിക്കുക. അൽ വലൂദ്, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുക. എങ്ങനെ പ്രസവിക്കുന്നത് മനസ്സിലാവുക? ഇതേപോലെ തന്നെയാണ്. ആൾ കുടുംബം നോക്കിയാൽ മനസ്സിലാവും. ഉമ്മയെ നോക്കിയാൽ, കുടുംബത്തിൽ നോക്കിയാൽ ധാരാളം മക്കളെ പ്രസവിച്ചവരാണ് എങ്കിൽ പൊതുവെ അവർ ധാരാളമായി പ്രസവിക്കാൻ സാധ്യത ഉണ്ടായിരിക്കും. തസവ്വജുൽ വദൂദ് അൽ വലൂദ് ഫഇന്നി മുകാഥിറും ബിക്കുമുൽ ഉമ്മ, ഞാൻ അന്ത്യനാളിൽ നിങ്ങളുടെ എണ്ണം, നിങ്ങളുടെ ആധിക്യം കൊണ്ട് മറ്റു ഉമ്മത്തുകൾക്ക് മുൻപിൽ അഭിമാനം പറയുന്നതാണ്. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അഭിമാനം പറയാൻ എൻ്റെ മക്കളുണ്ട്, പേരമക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ്. അനസ് ഇബ്നു മാലിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീഹിമ, അല്ലാഹുവേ അനസിന് മക്കളിലും സമ്പത്തിലും നീ അധികരിപ്പിച്ചു കൊടുക്കണം, അതിൽ ബറക്കത്ത് കൊടുക്കണം. ധാരാളം മക്കളുണ്ടായിരുന്നാണ്. ഈ അടുത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ ഷെയ്ഖ് സഈദ് അൽ ഖഹ്താനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞേക്കാണ്, ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ ഉമ്മയോട് പറയുമായിരുന്നു, ഉമ്മ അനസ് ഇബ്നു മാലിക്കിന് വേണ്ടി റസൂൽ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ച് 30-ാമത്തെ വയസ്സിലാണ്. ഈ അടുത്താണ് അദ്ദേഹം മരിച്ചത് റഹിമഹുല്ലാഹ് റഹ്മത്തുൻ വാസിഅ. ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45-46 മക്കൾ ജനിച്ചു. 30-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. 46 മക്കളുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് 29-30 മക്കൾ ഹാഫിളീങ്ങളാണ്, ഖുർആൻ ഹിഫ്ളാക്കിയ ആൾക്കാരാണ്. 15 കുട്ടികളോ മറ്റോ അതിൽ സനദോടുകൂടി ഖുർആൻ ഹിഫ്ളാക്കിയ ആൾക്കാരാണ്. അല്ലാഹ് ബർക്കത്ത് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊരു വലിയ നിയ്യത്താണ്, മക്കളെ ലഭിക്കുക എന്നുള്ളത്. മക്കളെ ലഭിക്കുക എന്നത് ഞാൻ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, വിവാഹത്തിൽ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ, നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ദുനിയാവിലെ സുഖങ്ങളെക്കുറിച്ചോ കുട്ടികളെ കൊണ്ട് ലഭിക്കുന്ന ആസ്വാദനത്തെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. വേറെ ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന പ്ലസ്സാണ്. മക്കളെ കൊണ്ട് ലഭിക്കുന്ന എക്സ്ട്രാ ബെനിഫിറ്റുകളാണ്. പരലോകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, ഇദാ മാതൽ ഇൻസാനു ഖതഅ അൻഹു അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ അമലൊക്കെ എല്ലാം അവസാനിച്ചു. ഇല്ലാ മിൻ സലാസ്, 3 കാര്യം ഒഴികെ. എന്താ ഈ 3 കാര്യങ്ങൾ? ഇൽമുൻ യുൻതഫഉ ബിഹി, അവൻ വിട്ടേച്ചു പോയ വിജ്ഞാനം, അതുകൊണ്ട് ആൾക്കാർ ഉപകാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കിട്ടി. അതല്ലെങ്കിൽ ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, അതല്ലെങ്കിൽ അവൻ നൽകിയ സദഖകൾ, അത് നിലനിന്നാൽ ആ സദഖ എത്ര കാലം നിലനിൽക്കുന്നു അതിൻ്റെ പ്രതിഫലമുണ്ട്. ഇത് രണ്ടും ജനങ്ങളിൽ എല്ലാവർക്കും ലഭിക്കുന്ന കാര്യമല്ല. ഒന്ന്, എല്ലാവർക്കും ആലിമാവാൻ പറ്റില്ല, എല്ലാവർക്കും ദീൻ പഠിപ്പിക്കുന്ന ആളുകളാവാൻ സാധ്യത കുറവാണ്, എല്ലാവർക്കും സമ്പന്നരാകാനും സാധിക്കില്ല. പക്ഷെ 3-ാമത്തെ കാര്യം ജനങ്ങൾ ബഹുഭൂരിപക്ഷ പേർക്ക് സാധിക്കുന്നതാണ്. ഔ വലദുൻ സാലിഹൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു മകൻ. അത് സഹോദരങ്ങളെ വലിയ കിട്ടലാണ്. ഒന്ന് ആലോചിച്ച്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എത്ര കാലം ജീവിക്കും? അവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇവിടെ ബാക്കിയാവുക എന്നത് എത്ര സമാധാനമുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി വിവാഹം കഴിക്കാൻ മക്കളെ ബാക്കി വെച്ചു പരലോകത്തേക്ക് രക്ഷപ്പെടാൻ ഉള്ള വഴികളിലൊന്നാണ് നമ്മുടെ മക്കൾ. നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ഒരു മനുഷ്യന് സ്വർഗത്തിൽ പദവികൾ ഇങ്ങനെ ഉയർത്തപ്പെട്ട് നൽകും. അയാൾ പറയും, അന്ന ഹാദ, എങ്ങനെയാണ് എനിക്കിത്ര വലിയ പദവി ലഭിച്ചത്? അയാൾക്ക് തന്നെ അത്ഭുതം, ഇത്ര വലിയ പദവിയിൽ ഞാനെങ്ങനെ എത്തിപ്പെട്ടു? അയാളോട് പറയും, ഇസ്തിഗ്ഫാരി വലദിക ലക, നിൻ്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയത് കൊണ്ടാണ്. യാ സുബ്ഹാനല്ലാഹ്, അയാളുടെ സന്തോഷം എന്തായിരിക്കും? ഇത് കിട്ടാൻ വേണ്ടി വിവാഹം കഴിക്കാൻ. അതുകൊണ്ടാണ് ഭാര്യയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിയ്യത്ത് വെക്കുക, അല്ലാഹു ഇതിൽ എനിക്കൊരു കുട്ടിയെ നൽകണേ. ദുആ ചെയ്യാൻ മറക്കരുത്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബി ശൈത്താന മിമ്മാ റസഖ്തനാ. പ്രാർത്ഥിക്കാതെ ഓരോ തവണയും ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പറയാം, ഞാൻ ചില സന്ദർഭങ്ങളിൽ താല്പര്യമില്ലാത്ത സമയങ്ങളിൽ വരെ എൻ്റെ സ്വന്തം ശരീഅത്ത് നിർബന്ധിക്കാറുണ്ട് ഭാര്യയുമായി ഇണചേരാൻ വേണ്ടി, മക്കൾ ലഭിക്കുന്നതിന് വേണ്ടി.
ആ മക്കളുടെ പ്രതിഫലത്തിന് പങ്ക് ലഭിക്കാൻ വേണ്ടി. വലിയ കാര്യമാണിത്. അപ്പം അതുകൊണ്ട് കുട്ടികളെ ലഭിക്കുക എന്നത് വിവാഹത്തിലൂടെ മാത്രം ലഭിക്കാവുന്ന ഒരു നന്മയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് ലക്ഷ്യം വെക്കുക, നിയ്യത്ത് വെക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിലൂടെ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ഈ പറഞ്ഞത് മാത്രമല്ല. കുട്ടികളുടെ കാര്യത്തിൽ വേറെ കുറേ പ്രതിഫലമുണ്ട്. കുട്ടികൾ മരിച്ചാലുള്ള ദുആ മാത്രമല്ല, കുട്ടികളെ ലഭിക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺമക്കളെ ലഭിച്ചു വളർത്തിയാൽ എന്താ പറഞ്ഞത്? ഒരാൾ ഒരു പെൺകുട്ടിയെ ടിഷ്യൂ ഉണ്ടോ? അടുത്തേക്ക് ടിഷ്യൂ ഉണ്ട്. ഒരാൾ ഒരു പെൺകുട്ടിയെ വളർത്തിയാൽ, 2 പെൺമക്കളെ വളർത്തിയാൽ ആകെ വേണ്ടത് എന്താ? പെൺകുട്ടിയെ വളർത്തുക, അവൾക്ക് നല്ല തർബീയത്ത് നൽകുക, നല്ല മര്യാദകൾ പഠിപ്പിച്ച് വളർത്തുക, വിവാഹം കഴിപ്പിക്കുക. ഖലാസ്, സ്വർഗമുണ്ട്. അത് ചില ഉലമാക്കൾ പണ്ഡിതന്മാർ ചില പറഞ്ഞു, പെൺമക്കൾ എന്താണ്? പെൺമക്കൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ പ്രതിഫലം ലഭിക്കാനുള്ള നിഅമത്താണ്. പക്ഷേ ആൺകുട്ടികൾ അവർ നാളെ അല്ലാഹുവിൻ്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്ന നിഅമത്താണ്. പെൺമക്കൾ അവരെ വളർത്തി നല്ലപോലെ വളർത്തി വിവാഹം കഴിപ്പിച്ചാൽ ഖലാസ്, നിനക്ക് പ്രതിഫലമുണ്ട്, നീ അത്ര ശ്രദ്ധിക്കേണ്ടുള്ളൂ. ആൺമക്കളുടെ കാര്യം നിഅമത്താണ്, നിനക്ക് ലഭിക്കുന്ന നിഅമത്താണ്, നീ അതിൻ്റെ കാര്യത്തിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ സഹോദരങ്ങളെ, മക്കൾ നിഅമത്താണ്, അവരെ വളർത്തുന്നതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം. ശാഫിഈ പണ്ഡിതന്മാരിൽ ചിലർ തൻ്റെ കുട്ടിയെ അടിക്കാൻ പോകുന്നതിന് മുൻപ്, വടികൊണ്ട് അടിക്കാൻ പോകുന്നത് നിയ്യത്ത് വെക്കുമായിരുന്നു. നീ നന്നാകുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശമുണ്ട്. അവർക്ക് നിയ്യത്ത് ചൊല്ലി പറയാന്നുള്ള അത് ചില ആളുകൾ പ്രാവർത്തികമാക്കിയ രൂപം ഇങ്ങനെയായിരുന്നു. നിയ്യത്ത് ചൊല്ലി പറയേണ്ടതില്ല, അത് വേറെ വിഷയം. പക്ഷേ അവരതിൽ വരെ പുണ്യം പ്രതീക്ഷിച്ചിരുന്നു. തൻ്റെ കുട്ടിയെ അടിക്കുന്നത് കിട്ടിയ ഒരു ചാൻസിൽ കൊടുക്കട്ടെ എന്നുള്ള നിലക്കല്ല, പക്ഷേ അവനെ വളർത്തേണ്ടതിൻ്റെ ഭാഗമാണിത്. അടിക്കാതെ നിവൃത്തിയില്ല. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഫൽആന, നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഫൽആന ബാശിറൂഹുന്ന, നോമ്പിൻ്റെ പകലിൽ, നോമ്പിൻ്റെ രാത്രിയിൽ ഭാര്യയുമായി ബന്ധത്തിലേർപ്പെടുന്നത് ആദ്യ കാലഘട്ടത്തിൽ ഹറാമായിരുന്നു. പിന്നെ അള്ളാഹു അത് ഇളവ് നൽകി. അപ്പോൾ അള്ളാഹു പറയും ഫൽആന ബാശിറൂഹുന്ന, ഇനി നിങ്ങൾ നിങ്ങളുടെ ഇണകളുടെ അടുത്തേക്ക് പോയിക്കോളൂ രാത്രിയിൽ, എന്നിട്ട് അവരുമായി ഇണ ചേർന്നോളൂ. പക്ഷെ ഉടനെ അള്ളാഹു പറയും വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് രേഖപ്പെടുത്തിയത് നിങ്ങൾ അതുകൊണ്ട് പ്രതീക്ഷിച്ചുകൊള്ളുക. എന്താ അള്ളാഹു രേഖപ്പെടുത്തിയത്? മക്കളാണ്. മക്കളെ നിങ്ങൾ അതുകൊണ്ട് ലക്ഷ്യം വെച്ചോളൂ. ജസാക്കല്ലാഹു ഖൈർ. അതുകൊണ്ട് നിങ്ങൾ മക്കളെ ഉദ്ദേശിക്കുക, മക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് വിവാഹം കഴിക്കുക. ഒന്നാമത്തെ ലക്ഷ്യങ്ങളിലൊന്നാണ്. രണ്ടാമത്തെ കാര്യം അൽ ഇസ്തിഅനാസ് വത്തറാഹും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഒരു ഇണ വേണം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു നോക്കൂ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ട, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, നിങ്ങളിൽ നിന്ന് തന്നെ അവൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അള്ളാഹു സ്നേഹവും മവദ്ദത്ത്, മവദ്ദത്ത് കേവല സ്നേഹമല്ല, കുറച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന ഇഷ്ടമാണത്. വജഅല ബൈനക്കും മവദ്ദതൻ, നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ മവദ്ദത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. അത്ഭുതകരമായ മവദ്ദത്താണത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഇന്നലെ വരെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവളുടെ വാപ്പയും ഉമ്മയായിരുന്നു. അവർ പിരിഞ്ഞ് താമസിക്കാൻ പോലും അവൾ തയ്യാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് അവളുടെ നിക്കാഹിന് ശേഷം അവൾ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അവളുടെ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റികളിലൊന്നാവുന്നത് ഈ ഭർത്താവാണ്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഭിമാനമായി, അയാൾ ഒപ്പം കൊണ്ടുവരുന്ന ഭാര്യയാണ്. എത്ര പെട്ടെന്നാണ് അവരുടെ കാര്യങ്ങളാകെ മാറി പറഞ്ഞത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ മവദ്ദത്തും ഇഷ്ടവും റഹ്മത്തും കാരുണ്യവും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഉലമാക്കൾ പറഞ്ഞു, വിവാഹത്തിലല്ലാതെ മറ്റൊരിടത്തും ഈ രണ്ടും ഒരുമിക്കുകയില്ല. മവദ്ദത്ത് എന്നാൽ നേർക്ക് നേരെ പറയാൻ വയ്യ പ്രേമമെന്ന്, പക്ഷേ ഒരു ശാരീരികമായ ഇഷ്ടം കൂടി ചേർന്ന് നിൽക്കുന്ന സ്നേഹമാണത്. ശാരീരികമായ സ്നേഹവും പരസ്പരമുള്ള കാരുണ്യവും വിവാഹത്തിലല്ലാതെ ഉണ്ടാവുകയില്ല. വ്യഭിചാരത്തിൽ ശാരീരികമായ ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ റഹ്മത്ത് അതിൽ ഉണ്ടാവുകയില്ല.
ഉമ്മയും മക്കളുമായുള്ള ബന്ധത്തിൽ റഹ്മത്തുണ്ട്, പരസ്പരമുള്ള കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ ഈ മവദ്ദത്തില്ല, ഈ പറയുന്ന ശാരീരിക സ്നേഹം അവിടെ വരുന്നില്ല. ഇത് രണ്ടും ഇവിടെ മാത്രമാണുള്ളത്, മവദ്ദത്തൻ വറഹ്മ. മാത്രമല്ല ഉലമാക്കൾ ചിലർ പറഞ്ഞു, ഈ ആയത്തിൽ അള്ളാഹു ആദ്യം മവദ്ദത്താണ് പറഞ്ഞത്, ആദ്യം ഈ ഇഷ്ടമാണ് പറഞ്ഞത്, രണ്ടാമതാണ് റഹ്മത്ത് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, പൊതുവെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിതം എടുത്തു നോക്കൂ. ചെറിയ പ്രായത്തിൽ, ചോരത്തിളപ്പുള്ള പ്രായമെന്ന് നമ്മൾ പറയുന്ന കാലഘട്ടം, ആ പ്രായത്തിൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ പ്രകടമായി നിൽക്കുന്നത് ഈ പറയുന്ന ഇഷ്ടമായിരിക്കും, പരസ്പരമുള്ള അടുപ്പമായിരിക്കും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ഒരു ഇണക്കമായിരിക്കും. പക്ഷേ പ്രായം ഇങ്ങനെ കയറി ചെല്ലുന്തോറും അവർ രണ്ടുപേർക്കും ഇടയിലെ ബന്ധം റഹ്മത്തിലേക്ക് കൂടുതൽ ചായുന്നത് കാണാം. തളരാൻ തുടങ്ങിയാൽ, വയസ്സാവാൻ തുടങ്ങിയാൽ, സുബ്ഹാനല്ലാഹ്, പ്രായമായ ആളുകളെ നിങ്ങൾക്ക് ചിലർക്ക് ഓർമ്മ ഉണ്ടാവും ഞാനിത് പറയുമ്പോൾ, അവർ തമ്മിൽ കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ അടയാളങ്ങൾ. അപ്പോൾ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തിലൂടെ നൽകിയതാണ്. ഒരു മനുഷ്യന് ദുനിയാവിൽ കാണിക്കാൻ കഴിയുന്ന അത്ഭുതങ്ങളിലൊന്നാണിത്. ഒരു ഭാര്യയുമായി ജീവിച്ച്, ഇണയുമായി ജീവിച്ച് മവദ്ദത്തും റഹ്മത്തുമുള്ള ബന്ധമുണ്ടാക്കുക എന്നത്. ഈ കാര്യം വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്, വിവാഹത്തിലൂടെ മാത്രം ലഭിക്കുന്നത്. ഇതിന്ന് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു അലം, ഇന്ന് ആളുകൾ ചില വിവാഹത്തിലേക്ക് കയറുന്നത് തന്നെ എന്തോ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി എന്ന് തോന്നിപ്പോൾ. സ്ത്രീ ഭർത്താവിനെ നോക്കുന്നത്, അയാളുടെ അടുത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇത് വീട്ടിലറിയിക്കണം, ഇയാൾ നമ്മളെന്തെങ്കിലും ചെയ്യുമോ, നമ്മൾ വിവാഹത്തിലേക്ക് പോകുമ്പോൾ തന്നെ മക്കൾക്ക്, പെൺമക്കൾക്ക് വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നത് പരമാവധി നിൻ്റേതായ ജോലി ഉണ്ടാക്കണം, നിൻ്റേതായ സമ്പത്ത് ഉണ്ടാക്കണം. ഭർത്താവ് ഇതേപോലെ തന്നെ തിരിച്ചും. നമ്മളൊരു ടീമാണ്, നമ്മളൊരു നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചു തീർത്ത ജീവിതം നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര മനോഹരമായ ജീവിതമായിരുന്നു. ഇത് നിങ്ങൾക്ക് ലഭിക്കണോ, മനോഹരമായ വൈവാഹിക ജീവിതമാണോ, നിങ്ങൾ മുസ്ലിം ആവുക, നിങ്ങൾ മുസ്ലിം ആവുക, ഇസ്ലാം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പാലിക്കുക, നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് നാം തയ്യിബത്തായ ശുദ്ധമായൊരു ജീവിതം അള്ളാഹു അവർക്ക് നൽകുന്നത്. വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് മൂന്നാമത്തെ കാര്യം ഇഹ്സാനുൽ ഫർജ്, അവൻ്റെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നത്, ലൈംഗിക ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഞാൻ നേരത്തെ കേൾപ്പിച്ചു, യുവാക്കളെ നിങ്ങൾ വിവാഹം കഴിക്കുക, അത് നിങ്ങളുടെ യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ എന്ന ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞു. യുവാക്കളെ വിവാഹം കഴിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത വിശുദ്ധിക്ക് അത് നല്ലതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വിവാഹം കഴിച്ച ആളുകളും ഇത് ഓർക്കണം, വിവാഹം കഴിച്ച ആൾക്കാരെ ഇത് ഓർക്കണം. എന്തിനാണ് വിവാഹം കഴിച്ചത്? വിവാഹം കഴിച്ചതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് അവനവൻ്റെ ജീവിതത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇദാ അഹദുക്കും അഅജബതുൽ മർഅ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്ത്രീയെ കണ്ട് അവളോടൊരു ഇഷ്ടമോ അല്ലെങ്കിൽ അവളുടെ ഭംഗിയിലൊരു താല്പര്യമോ തോന്നി എന്ന് വിചാരിക്കുക, ഫവഖഅത് ഫീ ഖൽബിഹി, അത് അവൻ്റെ കൽബിൽ വീണു എന്നവന് തോന്നിയാൽ ഫല്യഅ്മിദ് ഇല ഇംറഅതിഹി, അവൻ്റെ ഭാര്യൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന സുന്നത്തുകളിലൊന്നാണ്, അല്ലെങ്കിൽ ആളുകൾ ചിന്തിച്ചു പോകാത്ത കാര്യങ്ങളൊന്നാണ്. വിവാഹം കഴിച്ച ലക്ഷ്യങ്ങളൊന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഭാര്യ ഭർത്താവ് കിടപ്പറയിൽ ക്ഷണിച്ചിട്ട് ഭാര്യ പോകാതിരിക്കുക എന്ന് പാടില്ല. അങ്ങനെ പോകാതിരിക്കുന്നിടത്തോളം അവളെ മലക്കുകൾ ശപിക്കുമെന്ന് പറഞ്ഞ്, അതിൻ്റെ കാരണം വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നാൽ അവൻ്റെ ഭാര്യൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഫഇന്ന ദാലിക യറുദ്ദു മാ ഫീ നഫ്സിഹി, അത് അവൻ്റെ മനസ്സിലുള്ള ആ തോന്നലിനെ ഇല്ലാതെയാക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇന്ന് പഴയകാല പ്രേമങ്ങൾ ആലോചിച്ച്, പഴയകാല ഇഷ്ടങ്ങൾ ആലോചിച്ച് ജീവിതം തള്ളി നിൽക്കുന്ന, ഭാര്യയോട് കാപട്യം വളർത്തി ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്തുണ്ട്, അവന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന, അവനെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യ തൊട്ടപ്പുറത്തുണ്ട്. എന്നാൽ ശൈത്താനിൻ്റെ മനസ്സിൽ കൊണ്ടുപോയിട്ട് ഈ പഴയ ഇതന്നെ ഇട്ടുകൊണ്ടിരിക്കും. എത്ര ആളുകൾ ഈ ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞ് പരിപാടിയിലേക്ക് ചെന്നിട്ട് കുടുംബം ഒന്നാകെ തകരുന്ന എത്ര സംഭവങ്ങളുണ്ട്. ഒന്നാമത് അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, ഏതൊരു സ്ത്രീയിൽ നിനക്ക് താല്പര്യം തോന്നി നിൻ്റെ ഭാര്യൻ്റെ അടുത്തേക്ക് ചെല്ലാം, അത് നിൻ്റെ ഹൃദയത്തിലുള്ള മോശമായ ചിന്തകൾ അവസാനിപ്പിക്കുന്നതാണ്.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഒരു സഹോദരൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ആ വ്യഭിചാരം മോശമായ ഇപ്പം ഈ ഗെറ്റ് ടുഗദറും മറ്റേതും പോയിട്ട് പിന്നെ അവസാനം വാട്സപ്പ് ഗ്രൂപ്പ്, എന്നിട്ട് പിന്നെ അതിൽ ബന്ധം, പിന്നെ അങ്ങോട്ടൊരു സംസാരം, പിന്നെ പരസ്പരം കാണാൻ തുടങ്ങുക. ഒന്നാലോചിക്ക്, നിങ്ങളുടെ മക്കളിൽ ഒരു ദിവസം കണ്ടെത്തിയാൽ എത്ര അപമാനകരമായ ഒരു അവസ്ഥയിലാണ് എത്തിപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന നല്ല മര്യാദകളിലൊന്നാണ്, ഒരു കാഴ്ച കണ്ടാലും ഒരു സ്ത്രീയെ കണ്ടാൽ അങ്ങനെ എന്തെങ്കിലും ഫിത്തന ഉണ്ടായാൽ അവൻ്റെ ഭാര്യൻ്റെ അടുത്തേക്ക് ചെല്ലാം എന്നത്. സഹോദരങ്ങളെ, അവസാനമായി പറയട്ടെ, രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തട്ടെ. രക്ഷിതാക്കൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ബാധ്യതയുണ്ട്. അവരവരുടെ മക്കളോട്, കൗമാരക്കാർ, അവർ പലരും കരഞ്ഞുകൊണ്ടാണ് ഫോൺ വിളിക്കുന്നത്. എത്ര അനുഭവങ്ങൾ, ഞാനിപ്പോൾ ഇത്ര മാത്രം ആൾക്കാർ വിളിക്കുന്ന ആളാണ്, പക്ഷേ എനിക്കിത്ര അനുഭവം ഉണ്ടെങ്കിൽ വേറെ ആളുകൾക്ക് എത്ര അനുഭവങ്ങളുണ്ടായിരിക്കും. കുട്ടികൾ വിളിച്ചിട്ട് അവർക്ക് അവരുടെ പ്രയാസം പറയുന്ന സമയത്ത് രക്ഷിതാക്കളെ നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. പണ്ഡിതന്മാർ ചില പറഞ്ഞേക്കണം, നമ്മുടെ മക്കൾക്ക് സ്വർഗപ്രവേശനം എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ള മക്കളോടുള്ള നന്മയിൽപ്പെട്ടതാണ്. അവരെ ബുദ്ധിമുട്ടിക്കരുത് സ്വർഗത്തിൽ കയറാൻ വേണ്ടി. എത്രയോ കുട്ടികൾ ചിലപ്പോൾ വീട്ടിൽ യുദ്ധം വരെ നടത്തേണ്ട അവസ്ഥയിലാണ് ഒന്ന് കല്യാണം കഴിച്ചിട്ടാൻ വേണ്ടിയിട്ട്. എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ട് ലഭിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസ അല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബിൽ ആഖിറ. ഒരു മുഅ്മിനായ ഒരാളുടെ ദുനിയാവിലെ ഒരു പ്രയാസം ഒരാൾ നീക്കി കൊടുത്താൽ അള്ളാഹു പരലോകത്ത് അവനെ ബാധിക്കുന്ന പ്രയാസങ്ങൾ അതവന് നീക്കി കൊടുക്കുന്നതാണ്. നിൻ്റെ മക്കൾക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളൊന്നും വിവാഹം കഴിക്കണം. അതവന് എളുപ്പമാക്കി കൊടുത്താൽ നിങ്ങൾക്ക് പരലോകത്ത് എത്ര എളുപ്പമുണ്ട്. കോടികൾ കൊടുത്തിട്ട് വിദേശത്ത് പോയി പഠിപ്പിക്കുന്ന അത്ര ചിലവുണ്ടോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ? അത്ര ചിലവുണ്ടോ? ഇത് എത്ര ചെറിയ ലളിതമായ കാര്യമാണ് വിവാഹം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തർദൗന ദീനഹു വ ഖുലുഖഹു ഫസവ്വിജൂഹു. നിങ്ങളിൽ ആരുടെയെങ്കിലും അരികിൽ നിങ്ങൾക്ക് മതപരമായി തൃപ്തിയുള്ള, അള്ളാഹുവിൻ്റെ ദീൻ പാലിച്ച് ജീവിക്കുന്ന ഒരാൾ, നല്ല സ്വഭാവമുള്ള ഒരാൾ, അല്ലെ, വിവാഹം ആലോചിക്കുമ്പോൾ രണ്ട് കാര്യം നോക്കേണ്ടത്. ഒന്ന് ദീന്, രണ്ട് ഖുലുഖ്. ഒന്ന് അവന് 5 നേരം നിസ്കരിക്കുന്നുണ്ടോ. ആദ്യം പോയി ചെക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊന്ന് അവൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ മസ്ജിദാണ്. അടുത്ത ഇമാം 5 നേരം നിസ്കരിക്കാൻ വരലുണ്ടോ അവിടെ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം മുഫ്തിയായിരിക്കുന്ന കാലഘട്ടത്തിൽ വിവാഹിതരാകാൻ പോകുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സഹായം കൊടുക്കണമെങ്കിൽ ഒരു ഷർത്തുകളുണ്ട്, എന്നത് പാലിക്കണം. അതിലൊരു ഷർത്ത് അവൻ്റെ മഹല്ലിലെ മസ്ജിദിലെ ഇമാമിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം 5 നേരത്തെ നിസ്കാരത്തിനോട് ഉണ്ടെന്നുള്ളത്. 5 നേരം നിസ്കരിക്കാൻ ഇവിടെ ഉണ്ടാവും. അത് ഒരു പരിശോധിക്കേണ്ട കാര്യം. വീട്ടിൽ ഒരു നാട്ടിൽ പോയി ഒരുത്തരം അന്വേഷിക്കണമെങ്കിൽ അവൻ അന്വേഷിക്കേണ്ട എവിടെയാണ്? പള്ളിയിലാണ്. 5 നേരം നിസ്കരിക്കാൻ വരുന്നുണ്ടോ? അന്വേഷിക്കണം. 2 ദീനാണ്, 2 ഖുലുഖാണ്, സ്വഭാവമാണ്. കുറച്ച് നേരം സംസാരിച്ചാൽ ഒരുത്തൻ്റെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അവൻ്റെ കൂട്ടുകാരെ നോക്ക്, അവൻ ആരുമായാണ് കൂട്ടുകൂടുന്നത് നോക്ക്. അങ്ങനെ നിങ്ങൾക്ക് ദീനിലും സ്വഭാവത്തിലും തൃപ്തിയുള്ള ഒരാളെ ലഭിച്ചാൽ ഫസവ്വിജൂഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ് പെൺമക്കളുടെ രക്ഷിതാക്കളോട്, ഫസവ്വിജൂഹ്, അവനെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ഇല്ലാ തഫഅലൂ തകുൻ ഫിത്നത്തുൻ ഫിൽ അർദി വഫസാദുൻ അരീദ്. നിങ്ങൾ അങ്ങനെ ചെയ്യാതെ വന്നാൽ ദുനിയാവിൽ വ്യാപകമായ ഫിത്നയും കുഴപ്പമുണ്ടാവും. ഉലമാക്കൾ പറഞ്ഞു, സ്ത്രീകൾ, പെൺകുട്ടികൾ, അവർക്ക് അനുയോജ്യമായ വിവാഹാലോചന വന്നാൽ വേറെ തടസ്സമില്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കൽ വാജിബാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അനുയോജ്യമായ വിവാഹാലോചന വന്നിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. അനുയോജ്യമായ സാഹചര്യം. ഇന്ന് സുബ്ഹാനല്ലാഹ് വിവാഹം, രസകരമായ കാര്യം എന്താ വെച്ചാൽ, ഇത് പാശ്ചാത്യർ അവരുടെ നാട്ടിലെ ഏതോ 19 കൊല്ലം മുൻപാണ് തുടങ്ങിയത്. സ്ത്രീകൾ ജോലിക്ക് പോവുക എന്ന സംവിധാനം യൂറോപ്പിലും മറ്റുമൊക്കെ ആരംഭിച്ചു. വലിയ കാലമൊന്നും ഇതിനായിട്ടൊന്നുമില്ല. ഇത് യൂറോപ്പിലും ഇതൊക്കെ കാലങ്ങളായി, അടുത്ത കാലത്താണ് ഇത് ആരംഭിക്കുന്നത്. മനുഷ്യൻ്റെ ചരിത്രം എടുത്ത് നോക്കി അതിന് വളരെ ചെറിയ ഒരു ചരിത്രം മാത്രമേ ഇതിനുള്ളൂ. വളരെ കുറഞ്ഞ കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്, സ്ത്രീകൾ ജോലിക്ക് പോകുന്നത്. അവിടെ നിന്ന് അത് അവർ ചവച്ചു തുപ്പാൻ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇത് ആരംഭിക്കുന്നത്. അത്ഭുതം. അവരിത് സ്റ്റോപ്പ് ചെയ്യണം. പല യൂറോപ്പിൽ പലയിടത്തും ഇപ്പോൾ അടുത്ത സുബ്ഹാനല്ലാഹ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ വരെ സ്ത്രീകൾ വീട്ടിലിരിക്കാൻ, അവർ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് സഹായം. കുട്ടികളുണ്ടാവുന്നില്ല, മക്കൾ ജനിക്കുന്നില്ല, നാടുകൾ നശിക്കുകയാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കുകളൊന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഭാര്യയുടെ ജോലി മക്കളെ വളർത്തുക എന്നുള്ളതാണ്, നല്ല ഒരു സമൂഹത്തെ വളർത്തുക എന്നുള്ളതാണ്, അവളുടെ വീട് വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് പറഞ്ഞാൽ ഇന്ന് ആളുകൾക്ക് നമ്മളെ ചെറുതാക്കി. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നല്ല മനോഹരമായ കാര്യമായി തോന്നുന്നത്? വെയിലത്ത് പോയി പണിയെടുത്തൊരു മാനേജറെ ചീത്ത കേട്ട്
ശമ്പളത്തിന് വേണ്ടി മാസാമാസം കാത്തുനിന്ന് മെൻസ്ട്രൽ പീരീഡ് വന്നാൽ അത് സഹിച്ചിട്ട് ഓഫീസിൽ പോയി പണിയെടുക്കുക, എന്നിട്ട് അയാളെ ചീത്തയേക്കുക, അപ്പുറത്ത് ചീത്തയേക്കുക, ഇതിൻ്റെ ടെൻഷൻ സഹിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമായിരിക്കുമെന്ന് ആരാണ് നിങ്ങളോട് പറയുന്നത്? ആരാണ് ഇങ്ങനെ ഒരാളോട് പറയുന്നത്? മുസ്ലിമായ ഒരാൾ പറയുന്നത് വീട്ടിലിരുന്നോളൂ, നിങ്ങളെ പരിചരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ബാധ്യതയാണ്. അയാൾ ഭക്ഷിക്കുന്നത് നിങ്ങൾ ഭക്ഷിച്ചിരിക്കണം, അയാൾ ധരിക്കുന്ന പോലെ വസ്ത്രം നിങ്ങൾക്ക് തന്നിരിക്കണം. നിങ്ങൾക്ക് പണിയെടുക്കാതിരിക്കാൻ അവകാശമുണ്ട്, പണിയെടുക്കാതിരിക്കാൻ അവകാശമുണ്ട്. എന്താ പറയുന്നത്? പണിയെടുക്കാൻ അവകാശമുണ്ട്, പണിയെടുക്കാതിരിക്കാൻ അവകാശമുണ്ട്. അയാൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ പെൺകുട്ടികൾ ഇന്ന് പറയണം, വേണ്ടതില്ല, ഞങ്ങൾക്ക് ജോലി വേണം, കരിയർ ഉണ്ടാക്കണം. ഏതെങ്കിലും ഒരു മനുഷ്യൻ 50 വയസ്സായി കിടക്കുന്ന ICUവിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് ഇതാ ഇപ്പോൾ ഈ സമയത്ത് ഇത്രയും കരിയറൊക്കെ ഉണ്ടാക്കിയാലോ, ഓഫീസിൽ ഒരു ലെറ്ററും കൂടി കൊണ്ടുതരാം, ഒന്നും കൂടി നിങ്ങൾ ഒപ്പിട്ട് തരുമോ, ഈ ഓഫീസിലെ ലെറ്ററും കൂടി ശരിയാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ICUവിൽ കിടക്കുന്ന സമയത്താണ് എൻ്റെ കരിയർ ഞാൻ ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് പറയാറുണ്ടോ? പക്ഷേ അവൻ വളർത്തിയുണ്ടാക്കിയ മക്കൾ അവൻ്റെ തൊട്ടടുത്തുണ്ടെങ്കിലോ ഏതാണ് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ളത്? പെൺകുട്ടികളെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ വളർത്തിയെടുക്കുന്ന നല്ല മക്കൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകുന്ന, അവർ നിങ്ങളെ പരിചരിക്കുന്നത്, അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്, അതാണോ നിങ്ങൾക്ക് വലുതായി തോന്നുന്നത്? അതല്ല ഈ കോർപ്പറേറ്റ് ജോലിയിൽ പോയിട്ട് കാലങ്ങളോളം ജീവിതം തുലക്കുന്നതാണോ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നി? അതാണോ നിങ്ങൾ സുന്ദരമായിട്ട് വിചാരിക്കുന്നത്? ആൾക്കാർ എന്നിട്ട് ഇത്തരം ജോലികളിലോ എന്നിട്ട് ഈ ജോലിയുടെ ടെൻഷൻ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർ ജോലിയില്ലാത്ത സ്ത്രീകളോട് പറയും, നിങ്ങൾക്കൊരു ജോലിയൊന്നും ഇല്ലാല്ലേ, എന്തൊരു പ്രയാസം. അവർ അൽഹംദുലില്ലാ സമാധാനത്തിലാണ്. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ദീൻ പാലിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കീഴിലുള്ള സ്ത്രീ സമാധാനത്തിലാണ്, റാഹത്തിലാണ്, അതൊരു പ്രയാസമില്ല. പക്ഷെ ഇന്ന് പെൺകുട്ടികളെ മനസ്സിൽ കുത്തിവെച്ചിരിക്കാൻ കുട്ടികളെ വളർത്തുക എന്നുള്ളത് എന്തൊരു മോശം കാര്യം. എന്നിട്ട് ചില കുട്ടികൾ തന്നെ ചോദിക്കാൻ, ഉമ്മാക്ക് എത്ര പോലെ സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഇതൊക്കെ അവസാനിപ്പിച്ചില്ലേ? ഉമ്മാക്ക് മാത്രമാണ് സ്വപ്നം ഉണ്ടായത്, വാപ്പാക്ക് സ്വപ്നം ഉണ്ടായിട്ടില്ലേ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം ഇവിടെ മുഫ്തിയായിരുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകുമായിരുന്നതാണ്. രാത്രി ഇത്ര സമയം കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് പോകാത്ത ആൾക്കാരെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം, ഭാര്യയുടെ അടുത്തേക്ക് തിരിച്ചു പറഞ്ഞേക്കണം. കുടുംബജീവിതത്തിൽ ബാധ്യത ഉണ്ട്. ഇവിടെ പോലീസ് നടപടി ഉണ്ടായിരുന്നതാണ്. ഒരു സമയത്തിന് ശേഷം രാത്രി പുറത്ത് വെറുതെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ കുടുംബജീവിതം അതൊരു മോശമായ കാര്യമല്ല. ഇത്രയും കാലം മനുഷ്യർ, ഈ സമൂഹം ഈ രൂപത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടത് കുടുംബം എന്ന സംവിധാനം കൊണ്ടാണ്. അതൊരു മോശമായൊരു കാര്യമല്ല. എൻ്റെ മകൾക്ക് വേണ്ടി, എൻ്റെ മകനു വേണ്ടി എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ മാറ്റിവെച്ചു എന്നത് എനിക്കൊരിക്കലും ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല, ഞാൻ അഭിമാനിക്കുന്ന കാര്യമാണ്. എൻ്റെ കുട്ടിക്ക് വേണ്ടി, എൻ്റെ മകനു വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി അങ്ങനെ ആയിരിക്കണം മനുഷ്യനുണ്ടാവേണ്ടത്. അല്ല എൻ്റെ സ്വപ്നം എനിക്ക് കുറേ നാട് സഞ്ചരിക്കണമായിരുന്നു, എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണമായിരുന്നു, എനിക്ക് കുറേ കരിയർ ഉണ്ടാക്കണമായിരുന്നു, അതിന് എൻ്റെ ഈ മക്കളൊക്കെ എനിക്ക് ശല്യമായി പോയി എന്നാണോ ഞാൻ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തരം മനുഷ്യനാണോ? അങ്ങനെയാണോ മനുഷ്യർ ജീവിക്കേണ്ടത്? അതാണോ വലിയ സുന്ദരമായ ലോകം? ആർക്കോ വേണ്ടി പണിയെടുത്ത് ഏതോ കോർപ്പറേറ്റിൽ കുറേ പൈസ ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ഒരു തുച്ഛമായ ശമ്പളം മാസത്തിൽ വാങ്ങി ഇതിങ്ങനെയാണോ ജീവിക്കേണ്ടത്? പെൺകുട്ടികളെ, പെൺമക്കളെ, നിങ്ങൾ ഒന്ന് കുറച്ച് നേരം ചിന്തിക്കായിരുന്നു, ആലോചിക്കുക. പത്രമാധ്യമങ്ങൾ ചരട് വലിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കരുത്. അതുപോലെ തന്നെ ഉമ്മമാർക്ക് ബാധ്യതയുണ്ട്. ഇന്ന് എത്രയോ നേരിട്ടറിയാവുന്ന പല കുടുംബ ബന്ധം ഡിവോഴ്സിലെത്തുന്നത് പെൺമക്കളുടെ ഉമ്മമാർ ഇടപെടുന്നതുകൊണ്ടാണ്. ചില സമയത്ത് മക്കളെ പറഞ്ഞ് ഡിവോഴ്സ് ചെയ്യാൻ പറയാം, എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്, എൻ്റെ കുട്ടി സബ്ർ ചെയ്യാൻ പറയാം, എൻ്റെ കുട്ടി നല്ല രൂപത്തിലേക്ക് പരിഹരിക്കാൻ പറയാം. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. നല്ല മര്യാദ പഠിപ്പിക്കുക എന്നതിനേക്കാൾ നല്ല ഒരു സമ്മാനവും തൻ്റെ മക്കൾക്ക് വേറെ ആൾക്ക് നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് രക്ഷിതാക്കളെ, മക്കളെ നല്ല അദബ് പഠിപ്പിക്കുക. ചെറിയ പ്രായം മുതലേ അദബ് പഠിപ്പിക്കുക. മൂത്തരോട് സംസാരിക്കുമ്പോൾ, ചുറ്റുള്ള കൂട്ടുകാരോട് ഇടപഴകും, അദബ് പഠിപ്പിക്കുക. അദബ് നന്നായി പഠിപ്പിക്കണം. കുട്ടികളെ വെറുതെ വിടരുത്. അവരുടെ സംസാരത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, മറ്റുള്ളവർ മൂത്തവരോട് പെരുമാറുന്നതിൽ, ഉപ്പയോടും ഉമ്മയോടും പെരുമാറുന്നതിൽ അദബ് പഠിപ്പിക്കുക. ചില ആളുകൾ ഇന്ന് ഈ പാശ്ചാത്യരുടെ സ്വഭാവങ്ങൾ പകർത്തിയിട്ടാണ് കുട്ടികളോട് ഒന്നും പറയില്ല, ഒന്നും തിരുത്തില്ല. അങ്ങനെയല്ല, തിരുത്തണം. ചീത്ത പറയണം. അത് അവരുടെ നന്മക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ ജീവിതത്തിൽ പാലിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും മുസ്ലിമായി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ആധുനിക കാലഘട്ടത്തിലുള്ള ഫിത്നകളിൽ നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن. اللهم أنجي المسلمين المستضعفين في كل مكان. اللهم انصرنا
اللهم انصرنا، اللهم انصرنا على الكافرين. اللهم ربنا تقبل منا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا وتقبل دعاء. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك.